എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. പിതാവും പുത്രനും നമ്മുടെ അകത്തു വന്ന് വാസം ചെയ്യും. ഞാൻ ക്രിസ്തുവിനുള്ളിലാണെങ്കിൽ ക്രിസ്തു പിതാവിനുള്ളിൽ, പിതാവ് ക്രിസ്തുവിനുള്ളിൽ, ആ പിതാവായ ദൈവം ക്രിസ്തുവിനുള്ളിലായിരിക്കുന്ന എന്നിലും. അതെ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2:13 നമുക്ക് പ്രകാരം കാണാം. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 17:28 പ്രകാരം കാണാം. ദൈവം, അതെ, പിതാവായ ദൈവത്തിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മുഴുലോകം നിറഞ്ഞു നിൽക്കുന്ന അത്യുന്നതനായ ദൈവത്തിനുള്ളിലാണ് തൻ്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനുള്ളിലാണ് നാം ആയിരിക്കുന്നത്. പ്രിയരെ, പിതാവായ ദൈവം നമുക്ക് 2 ജീവൻ തന്നിട്ടുണ്ട്. അത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനിൽ ഉണ്ടാക്കിയ ഒരു പ്രത്യേകതയാണ്. മനുഷ്യന് മനുഷ്യ ജീവനുണ്ട്, ദൈവിക ജീവനുണ്ട്. നാം ക്രിസ്തുവിനുള്ളിൽ പുതിയ സൃഷ്ടിയായി ദൈവപുത്രന്മാരായി വെളിപ്പെടണം. ആ ഒരു അവസ്ഥയിലേക്കാണ് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത്. നമ്മൾ ആദാമ്യ പാപത്തിൽ നിന്നും ദൈവിക ജീവനിലേക്ക് കടക്കുമ്പോൾ ദൈവപുത്രന്മാരായി വെളിപ്പെടുന്നു. ആ ഒരു പിതാവിൻ്റെ ഇഷ്ടത്തിലേക്കാണ് നമ്മെ പിതാവ് ആകർഷിച്ച് പുത്രനിലൂടെ അടുപ്പിച്ചിരിക്കുന്നത്. ആ പിതാവായ ദൈവത്തിൻ്റെ പുത്രന്മാരായി ദൈവ കുടുംബമാക്കി നമ്മളെ മാറ്റിയിരിക്കുകയാണ്. നമുക്ക് ദൈവത്തിന് സ്തോത്രം പറയാം. ആ പിതാവായ ദൈവം നമ്മെ സകലത്തിലും സഹായിക്കും. സകലവും നമുക്കായി ഒരുക്കിയിരിക്കുന്നത് പിതാവായ ദൈവമാണ്. ആ ദൈവത്തിൽ ഒന്നും